ആർട്ടിക്കിൾ 14 പറഞ്ഞപ്പോ ആർട്ടിക്കിൾ 14 എന്താണ്? എല്ലാവർക്കും ഈക്വൽ റൈറ്റ് റെസ്പെക്ട് ഓഫ് ദ ജെൻഡർ, കാസ്റ്റ്, റിലീജിയൻ, റേസ് എന്നൊക്കെ പറഞ്ഞാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ഇവിടെ വരുന്ന കമ്മീഷൻ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ അതിന്റെ ചെയർമാൻ ഉൾപ്പെടെ അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ആര് അപ്പോയിന്റ് ചെയ്യുന്നത്? അപ്പോയിന്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്, എയ്തർ ദ സെൻട്രൽ ഗവൺമെന്റ് ഓർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പൊ അവിടെ എന്താ നടക്കുന്നത്? പൊളിറ്റിസൈസേഷൻ ഓഫ് ദ ഇൻഡിപെൻഡന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒറ്റവാക്കി പറഞ്ഞാൽ ഡെമോക്രാറ്റിക് ഇറോഷൻ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ബാക്ക് സ്ലൈഡിംഗ് ആണ് നടക്കുന്നത്. അത് നടക്കുന്ന ഒരിടത്ത് ആർക്ക് നീതി കിട്ടും? ഞാൻ എന്റെ അനുഭവം പറയാം സാർ. ഞാനൊരു ഈ പറഞ്ഞ ഒരു 323 സെക്ഷൻ ഇട്ട ഒരു കേസിലെ പ്രതിയാണ്. 2.5 വർഷം മുമ്പ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്റെ പേര് വരേണ്ടിയിരുന്ന ദിവസം 2023 ഡിസംബർ 30. അവിടെ 2023 സാർ അന്ന് ഞങ്ങൾ ഒരുമിച്ച് സഹപ്രവർത്തകരായിരുന്നു. 2023 ഡിസംബർ 30 എന്റെ പേരിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനം CPI എന്ന പാർട്ടി നേരത്തെ കൂടി തീരുമാനിച്ച് പറഞ്ഞിരുന്നത്. ഡിസംബർ 15 എന്റെ പേരിൽ FIR വരികയാണ്. 2023 ഡിസംബർ 15 എന്റെ പേരിലിട്ട FIR 2022 സെപ്റ്റംബർ മാസം മരിച്ച ഒരു ഹിന്ദുവാണ്. അതുകൊണ്ട് ബോഡി ക്രിമേറ്റ് ചെയ്യപ്പെട്ട ആളാണ്. സ്വാഭാവികമായിട്ടൊരു കാർഡിയോളജി പേഷ്യന്റായിട്ട് സ്ട്രോക്ക് വന്ന് മരിച്ച ആളാണ്. അയാളെ ഞാൻ വീട്ടിൽ കയറി തല്ലിക്കൊല്ലുകയായിരുന്നു എന്നാണ് കേസ്. നോ പോസ്റ്റ്മോർട്ടം, നോ കംപ്ലൈന്റ്, നോ ഹോസ്പിറ്റൽ റിപ്പോർട്ട്സ്, നത്തിങ്. ഒന്നുമില്ലാതെ എന്റെ പേരിൽ കേസ് എടുത്ത ആൾക്കാരുടെ പേരാണ് കേരള പോലീസ്. കേസ് നമ്പർ CC 202/2024. സാറിന് ഒരു പരാതി വരുമ്പോൾ അറിയണ്ടേ? FIR ഇടുമ്പോൾ അറിയണ്ടേ? കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ട് സമൻസ് വരുമ്പോഴാണോ ഞാൻ അറിയേണ്ടത് ഞാൻ ഒരാളെ കൊന്നിട്ടിരിക്കുവാണ്? IPC സെക്ഷൻസ് 34 ഉണ്ട്, 294B ഉണ്ട്, 323 ഉണ്ട്, 446 ഉണ്ട്, 506 ഉണ്ട്. ഇതിനകത്ത് അങ്ങനെ കോടതിയിൽ കുറ്റപത്രം ശേഷം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ഞാൻ അറിയിക്കുകയാണ് ഞാനൊരു കേസിലെ പ്രതിയാണെന്ന്. എന്താണ് IPC 323 പ്രത്യേകത? ആ ഒരു വ്യക്തി 323 സെക്ഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ, അയാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി എസ്കലേറ്റഡ് ടു 302 or 304. 302 മർഡർ, 302 is murder, 304 is culpable homicide amounting to murder. ഈ പറയുന്ന സെക്ഷൻസിലേക്ക് എസ്കലേറ്റ് ചെയ്യപ്പെടാൻ പറ്റും. എനിക്കുണ്ടാവുന്ന അവസ്ഥ അയോഗ്യയാക്കപ്പെടാം, പിന്നീട് മത്സരിക്കാതിരിക്കാൻ കിട്ടും, ജീവിതം തന്നെ അവിടെ അവസാനിക്കുന്ന സിറ്റുവേഷൻ. ഈ കേസ് ആരാണ്? അത് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അതുകൊണ്ടാണ് സ്ത്രീയാണ് ഈ കേസ് ഇട്ടത്. കേരള പോലീസാണ്. കേരള പോലീസ് ഈ കേസ് ഇടുമ്പോ അവിവാഹിതയായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന ജനപ്രതിനിധിയായിട്ടുള്ള ഒരുപാട് ടാഗ്ലൈൻസ് എന്റെ പേരിൽ ഇലക്ഷൻ സമയത്ത് പറഞ്ഞ അതേ പാർട്ടി തന്നെ അതിന്റെ പേരിൽ നിന്നുകൊണ്ട് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നിഷേധിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ എന്റെ ചോദ്യം ഇതാണ്. കേരളത്തിൽ ഇന്ന് നമ്മളൊക്കെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഏറ്റവും സെൻസേഷണൽ ആയിട്ട് പേരുണ്ട്. അയാൾക്ക് അയാളുടെ വ്യക്തിജീവിതത്തിലുണ്ടായ നഷ്ടങ്ങൾ ആര് നികത്തും? ഒരു സ്ത്രീക്കെതിരെ പോലും ഇത്രയും ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോ പുരുഷന്മാർക്ക് എത്രമാത്രമാണ് ദുരനുഭവം ഉണ്ടാകുക? ഒരു സ്ത്രീക്ക് നേരെ പോലും ഈ ദുരനുഭവങ്ങൾ ഉണ്ടാകും. എന്നെ ഒരു ഞായറാഴ്ച മിണ്ടാതിരിയടാ അവിടെ, വായ മൂടി ഇരിയടാ അവിടെ. പെണ്ണൊരുത്തിയാണ് പറയുന്നത്. ഒരു മനുഷ്യനുണ്ടായ നാശനഷ്ടങ്ങൾക്ക്, മാനനഷ്ടത്തിന്, അധിക്ഷേപത്തിന്, അയാൾക്കുണ്ടായ മാനഹാനിക്ക് ആര് മറുപടി പറയും? ഏത് ഫെമിനിസ്റ്റ് തള്ളകൾ പറയും? ഏത് കൂട്ടിക്കൊടുപ്പുകാരികൾ പറയും? മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. എല്ലാം വ്യാജമാണെന്ന് കോടതി പോലും നിരീക്ഷിക്കുന്നിടത്ത്. ഇതാണ് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു. സ്ത്രീപക്ഷമാണ് എല്ലായിടത്തും സ്ത്രീപക്ഷമാണ്, എല്ലായിടത്തും സ്ത്രീക്ക് മുൻഗണനയാണ്, സ്ത്രീ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ വാദിക്കുന്നവര് ശ്രീനാദേവി കുഞ്ഞമ്മ നേരിട്ട അനുഭവത്തെക്കുറിച്ച് ഒരുത്തിയും വാ തുറക്കാൻ അനങ്ങുന്നില്ല, അല്ലെങ്കിൽ വാ തുറക്കുന്നില്ല. കുറേ എണ്ണം അവിടെ വന്നിട്ട് ഫെമിനിസ്റ്റുകളാണ്, സ്ത്രീ സംരക്ഷകനാണ്, സ്ത്രീ സുരക്ഷയാണ്. ഈ പറയുന്ന ഓരോറ്റ ഒരുത്തിയെയും കേരളത്തിൻ്റെ സ്ത്രീകളുടെ സംരക്ഷണം ഇവരുടെ ആർക്കും അടിയാധാരമോ അല്ലെങ്കിൽ അടിയറവോ വെച്ചിട്ടില്ല. ഇവരൊന്നുമല്ല. നിങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ പൊളിറ്റിക്കൽ പിമ്പിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അജണ്ടകൾ തീരുമാനിച്ച് ആരൊക്കെയോ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് മാത്രം അല്ലേ? ഈ സമൂഹത്തിൽ പുരുഷനെ ഇങ്ങനെ എഴുതി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീ ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ആ പരാതിയുടെ ആഴമോ അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യമോ അതിലുള്ള വസ്തുതയോ പരിശോധിക്കുന്നതിന് മുമ്പ് പുരുഷനെ വേട്ടയാടാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. എല്ലാ കേസിലും ഒന്നുമില്ല, സെലക്റ്റീവായിട്ട് മാത്രം, വളരെ സെലക്റ്റീവായിട്ട്. ഇപ്പം ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്ന കാര്യത്തിൽ അവർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവേണ്ടിയിരുന്ന ഒരു വ്യക്തിയെ അതിൻ്റെ 4-5 ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് ഒരു കേസിൽ പെടുത്തുക. എന്തിനാ? ആ പഞ്ചായത്ത് പ്രസിഡന്റേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ സ്ഥാനത്തേക്ക് അവർ വരാതിരിക്കാൻ വേണ്ടിയിട്ട്.
ഇത് തന്നെയല്ലേ രാഹുൽ മാങ്കൂട്ടം കാര്യത്തിൽ നടന്നത്. അതോടൊപ്പം ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞു വെക്കുന്ന ചോദ്യങ്ങൾക്ക് കേരളം മറുപടി പറയണം, ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ മറുപടി പറയണം, ഇവിടുത്തെ ഭരണ നേതൃത്വം മറുപടി പറയണം, സഖാക്കൾ മറുപടി പറയണം. അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന മാനനഷ്ടങ്ങൾക്ക്, അയാൾക്കുണ്ടായ അധിക്ഷേപങ്ങൾക്ക്, അയാൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾക്ക് മറുപടി പറഞ്ഞല്ലേ മതിയാവുകയുള്ളൂ. കാരണം 1, 2, 3 പരാതികൾ, ഈ പരാതികൾ നിലനിൽക്കില്ലെന്ന് കോടതി പറയുന്നു. ഇനി കുറേ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ, വാർത്താ സമ്മേളനം നടത്തുന്ന ആളുകൾ, പേപ്പട്ടി കുരക്കും പോലെ കുരക്കുന്ന കുറേ എണ്ണം, റിനി ആൻ ജോർജിനെ പോലെ, ഹണി ഭാസ്കറിനെ പോലെ, ഷെഹനാസിനെ പോലെയുള്ള കുറേ കൂട്ടിക്കൊടുപ്പുകാർ, ഈ കൂട്ടിക്കൊടുപ്പുകാർ നടത്തുന്ന ആരോപണങ്ങൾക്ക് എന്ത് ആധികാരികതയാണുള്ളത്? അങ്ങനെ ഇവർക്ക് പരാതി ഉണ്ടെങ്കിൽ എന്താ ഇവർ പരാതിയുമായി നിയമത്തിൻ്റെ മുന്നിൽ പോകാത്തത്? പരാതിയുള്ള ആളുകൾ മാധ്യമങ്ങൾക്ക് മുന്നിലാണോ പരാതി ഉന്നയിക്കേണ്ടത്? മാധ്യമങ്ങൾക്ക് മുന്നിൽ പരാതി ഉന്നയിക്കേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പരാതിക്കാരി ഈ രാജ്യത്തൊരു നിയമവ്യവസ്ഥയുണ്ടല്ലോ, അവിടെ എന്തുകൊണ്ട് പരാതി ഉന്നയിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അപ്പോൾ കൃത്യമാണ്, വ്യക്തമാണ്, ഇതിന് പിന്നിലുള്ള ഗൂഢാലോചനകൾ വ്യക്തമാണ്. ഗൂഢാലോചനകൾക്കപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു യുവജന നേതാവിന്, പാലക്കാടിൻ്റെ ജനപ്രതിനിധിക്ക് നഷ്ടമായ പലതുമുണ്ട്. അയാളുടെ മാനം നഷ്ടമായിട്ടുണ്ട്, അയാൾ അധിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്, അയാൾ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, അയാൾ കൊത്തിവലിക്കപ്പെട്ടിട്ടുണ്ട്, അയാൾ മാധ്യമ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. 18 ദിവസത്തോളം ഒരു കാരണവുമില്ലാതെ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അയാൾക്ക് അയാളുടെ സമയം നഷ്ടമായിട്ടുണ്ട്, അയാളുടെ വിലപ്പെട്ട സമയം നഷ്ടമായിട്ടുണ്ട്, അയാൾ MLA എന്ന നിലയിലുള്ള സമയം നഷ്ടമായിട്ടുണ്ട്, ഒരു രാഹുൽ മാങ്കൂട്ടം എന്നുള്ള വ്യക്തി എന്ന നിലയിലുള്ള അയാളുടെ സമയം നഷ്ടമായിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള 18 ദിവസം അയാൾക്ക് നഷ്ടമായിട്ടുണ്ട്. ആര് മറുപടി പറയും? ഈ നൽകിയ ഇപ്പോൾ കോടതിക്ക് മുന്നിൽ വന്ന പരാതികളിൽ എല്ലാം കോടതി എന്താണ് പറഞ്ഞിരിക്കുന്നത്? എവിടെയാണ് ബലാത്സംഗം, എവിടെയാണ് പീഡനം, എവിടെയാണ് സാമ്പത്തിക ചൂഷണം, എവിടെയാണ് ക്രൂരത, എവിടെയാണ് മർദ്ദനം? ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് കോടതി പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രഥമ ദൃഷ്ട്യാ ഈ പരാതി നിലനിൽക്കില്ല, പരാതിക്ക് നിയമസാധുതയില്ല എന്ന് കോടതി പറയുന്നുണ്ട്. അപ്പോൾ അന്യായമായിട്ടല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത്? അന്യായമായിട്ടല്ലേ അയാളെ കസ്റ്റഡിയിൽ വെച്ചത്? അന്യായമായിട്ടല്ലേ അയാളെ റിമാൻഡ് ചെയ്തത്? ഇതിനൊക്കെ ആര് മറുപടി പറയും? പോരാത്തതിന് ഈ അറസ്റ്റും കസ്റ്റഡിയും ഉണ്ടായ സമയത്ത് അയാൾ നേരിടേണ്ടി വന്ന വിചാരണ, മാധ്യമ വിചാരണ, ജനക്കൂട്ട വിചാരണ, അയാൾ അധിക്ഷേപിക്കപ്പെട്ടത്, വ്യക്തി അധിക്ഷേപം നടത്തപ്പെട്ടത്, ഇതിനൊക്കെ ആര് മറുപടി? ഹോട്ടൽ മുറിയെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചു വരുത്തി കൂടെ കിടന്ന് വ്യഭിചരിച്ചവര്, അവിഹിതം നടത്തിയവര്, ഭർത്താക്കന്മാരെ വഞ്ചിച്ചവര്. ഈ രാജ്യത്തെ നിയമം പറയുന്നു അവിഹിതം ഒരു കുറ്റകൃത്യമല്ല. കുറ്റകൃത്യമാകുന്നത് എപ്പോഴാണ്? ബലാത്സംഗങ്ങൾ നടത്തപ്പെടുമ്പോൾ, പീഡനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അത് കുറ്റകൃത്യമാകുന്നത്. അവിഹിതം കുറ്റകൃത്യമല്ല, വ്യഭിചാരം കുറ്റകൃത്യമല്ല എന്ന് ഈ രാജ്യത്തെ നിയമം പറയുമ്പോൾ പുരുഷൻ മാത്രമായിട്ട് കുറ്റക്കാരനാവുന്നില്ല. ഇനി ധാർമ്മികതയിലാണ് ഈ വ്യഭിചാരം കുറ്റകൃത്യമാകുന്നതെങ്കിൽ അവിടെയും പുരുഷൻ മാത്രമായിട്ട് കുറ്റക്കാരനാവുന്നില്ല, കൂടെ കിടന്നു കൊടുത്തവളും കുറ്റക്കാരിയാണ്. അല്ലേ? അതല്ലേ യാഥാർത്ഥ്യം? അങ്ങനെയല്ലേ സംഭവിച്ചിരിക്കുന്നത്? പീഡനം എവിടെയും കാണാൻ കോടതിക്ക് പോലും സാധിക്കുന്നില്ല. കോടതിക്ക് മറ്റൊന്നു കൂടി കാണാൻ സാധിക്കുന്നുണ്ട്, അവിഹിതം കാണാൻ സാധിക്കുന്നുണ്ട്, വ്യഭിചാരം കാണാൻ സാധിക്കുന്നുണ്ട്. അവിഹിതവും വ്യഭിചാരവും ഈ രാജ്യത്തിൻ്റെ നിയമപ്രകാരം, ഞാൻ എടുത്തു പറയുന്നു, ഈ രാജ്യത്തിൻ്റെ നിയമപ്രകാരം, നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമപ്രകാരം അവിഹിതവും വ്യഭിചാരവും കുറ്റകൃത്യമല്ല. അങ്ങനെ വരുമ്പോൾ രാഹുൽ എങ്ങനെ കുറ്റക്കാരനാകും? കുറ്റക്കാരനാവുകയാണെങ്കിൽ കൂടെ കിടന്നവളും കുറ്റക്കാരിയാവണ്ടേ? അല്ലേ? രാഹുലിനെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയവരും കുറ്റക്കാരിയാവണ്ടേ? അപ്പോ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം മാത്രം വേട്ടയാടപ്പെട്ടു? അത് തന്നെയാണ് ശ്രീനാദേവിക്കും നേരിടേണ്ടി വന്നത്. അത് തന്നെയാണ് സെലക്റ്റീവായ ആളുകൾക്ക് മാത്രം നേരിടേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? ഇത്തരം സെലക്റ്റീവ്, കാരണം വനിതാ കമ്മീഷനിലേക്കും ഈ പറയുന്ന പാർട്ടിയുടെ ആളുകളെ റിക്രൂട്ട് ചെയ്ത് അതിനെ ഒരു പാർട്ടി ആഫീസാക്കി മാറ്റുക, എന്നിട്ട് അവിടെ ആ പാർട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സെലക്റ്റീവായ നയങ്ങൾ, സെലക്റ്റീവായ നിലപാടുകൾ, സെലക്റ്റീവായ അജണ്ടകൾ, അതിനു വേണ്ടിയിട്ട് അവർക്ക് ഓശാന തുള്ളുന്ന കുറേ തള്ളമാരെയും പൊതുമധ്യത്തിലേക്ക് ഇറക്കി വിടുക.
ഇനി മറ്റൊരു കാര്യം കൂടി ചോദിച്ചാൽ, വീട്ടിൽ ഭർത്താവുണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ടാവില്ല. വീട്ടിൽ അമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ടാവില്ല. വീട്ടിൽ അച്ഛനുണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ടാവില്ല. വീട്ടിൽ സഹോദരങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ടാവില്ല. അതാണ് ഇവറ്റകളുടെ ധാർമ്മികത എന്ന് പറയുന്നത്. ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങി ഇറപ്പിങ്ങി പുറപ്പെടുന്ന കുറെ തള്ളമാര് അവിടെയും ഇവിടെയും വെട്ടി മുറിച്ച് ഒപ്പിച്ച് പുരുഷനോളം ആവണം, തുല്യത വേണം. അതിനെന്താ ചെയ്യുന്നേ? ദൈവം നാച്ചുറലായിട്ട് നൽകിയിരിക്കുന്ന പലതും മുറിച്ച് മാറ്റുക പുരുഷനെ പോലെയാവാൻ. സ്ത്രീ ആയി നിന്നുകൊണ്ട് പുരുഷനോളം എത്താൻ സാധിക്കുന്നില്ല. അപ്പൊ പുരുഷനെ പോലെയാവാൻ ശ്രമിക്കുക, ഫിസിക്കലി ഓൾസോ. അതാണ് ഈ തള്ളമാരുടെ ഒരു ധാർമ്മികത എന്ന് പറയുന്നത്. സ്ത്രീത്വത്തെ പോലും അത്രപോലും സ്ത്രീത്വത്തിന് പോലും വില കൽപ്പിക്കുന്നില്ല. പുരുഷനാവാനുള്ള ശ്രമം ഫിസിക്കലി, ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ പോലും പുരുഷനാവാനുള്ള ശ്രമങ്ങൾ നടത്തുക. സ്ത്രീത്വം, സ്ത്രീയായി നിൽക്കാൻ, സ്ത്രീയായി നിന്നുകൊണ്ട് സ്ത്രീത്വത്തിനു വേണ്ടി പോരാടാൻ പോലും തയ്യാറല്ല. സ്ത്രീയായി നിന്നുകൊണ്ട് തുല്യതയിലേക്ക് എത്താനോ അല്ലെങ്കിൽ പുരുഷനെ മറികടക്കാനോ ശ്രമിക്കുന്നില്ല. അവിടെ തന്നെ വലിയ വീഴ്ചയാ. എന്താണ്? പുരുഷനോളമായ മതി, പുരുഷനേക്കാൾ എന്നുള്ളതില്ല. ലക്ഷ്യം തന്നെ പാതി വഴിയിൽ കട്ടാവുന്ന ലക്ഷ്യങ്ങൾ. അതുകൊണ്ടാണ് ചാപ്പിള്ളയായിട്ട് ഒടുങ്ങേണ്ട ഗതികേടും ഉണ്ടാവുന്നത് ഇത്തരത്തിലുള്ള തള്ളമാർക്ക്. എവിടെയും ലക്ഷ്യമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ലക്ഷ്യം എന്താ? ഏതെങ്കിലും ഒരാണിനെ വെട്ടി വീഴ്ത്തണം. അതിനെന്ത് ചെയ്യും? ആദ്യം ഹോട്ടൽ മുറിയെടുക്കും, പിന്നെ വിളിച്ചു വരുത്തും, പിന്നെ കിടന്നു കൊടുക്കും, പിന്നെ അവിഹിതങ്ങളാവും, വ്യഭിചാരങ്ങളാകും, മാസങ്ങൾ കഴിയുമ്പോൾ പീഡനമാക്കും, ബലാത്സംഗമാക്കും. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരൊറ്റ ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. കോടതി നിയമസാധുതയില്ല എന്ന് പറയുന്ന പരാതി, ആ പരാതിയിന്മേൽ വേട്ടയാടപ്പെട്ട രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവ്, വ്യക്തി അധിക്ഷേപം നേരിടേണ്ടി വന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവ്, 18 ദിവസത്തോളം ജയിലിൽ കഴിയേണ്ടി വന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവ്, അയാൾ അനുഭവിച്ചതിനൊക്കെ ആര് മറുപടി പറയുമെന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിനാണ് ഉത്തരങ്ങൾ വേണ്ടത്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം, കൃത്യമായ ഉത്തരം വേണം. ഇല്ലെങ്കിൽ ഉത്തരം കണ്ടെത്തുക തന്നെ ചെയ്യും. അതിന് നിയമ പോരാട്ടങ്ങളാണ് ആവശ്യമെങ്കിൽ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയുന്നു, നിയമ പോരാട്ടങ്ങളിലൂടെ തന്നെ. ഒന്നിനെയും വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. പുട്ടിയിട്ടതാണെങ്കിലും ശരി, തലമുടി മുറിച്ചതാണെങ്കിലും ശരി, ഉറഞ്ഞു തുള്ളുന്ന ഐറ്റങ്ങളാണെങ്കിലും ശരി, ഞാൻ മാത്രം കണ്ടു എന്ന് പറയുന്ന കൂട്ടത്തിൽ പെടുന്നതാണെങ്കിലും ശരി, ഒന്നിനെയും വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. എണ്ണി മറുപടി പറയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആകെ 1 മണിക്കൂറേ സംസാരിച്ചിട്ടുള്ളൂ. ഇനി സംസാരിക്കാൻ ബാക്കിയുണ്ട്. ഓരോന്നിനും മറുപടികൾ കൃത്യമായി പറയിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട.